ശത്രുവിന്റെ പാളയത്തിൽ നിന്ന് ഒരു മിസൈലോ വിമാനമോ ഭാരതത്തിന്റെ മണ്ണിലേക്ക് ലക്ഷ്യം വെച്ചാൽ അത് നമ്മുടെ അതിർത്തി തൊടുന്നതിന് മുമ്പ് തന്നെ ആകാശത്ത് വെച്ച് ചാരമാകുന്ന ഒരു കാലത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ശത്രുവിന് ചിന്തിക്കാൻ പോലും കഴിയാത്ത വേഗതയിൽ അദൃശ്യമായ ഒരു സുരക്ഷാ കവചം ഇന്ന് ഭാരതത്തിന് ചുറ്റും ഒരുങ്ങിക്കഴിഞ്ഞു. പുരാണങ്ങളിലെ സുദർശന ചക്രം പോലെ ലക്ഷ്യം തെറ്റാത്ത ആധുനിക ഇന്ത്യയുടെ കരുത്തായ മിഷൻ സുദർശൻ ചക്രയുടെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇന്ത്യയുടെ പ്രതിരോധ നയത്തിൽ വലിയ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. പണ്ട് നമ്മെ ആരെങ്കിലും ആക്രമിച്ചാൽ മാത്രം പ്രതികരിച്ചിരുന്ന ഒരു രീതിയായിരുന്നു നമുക്കുണ്ടായിരുന്നത്. എന്നാൽ ഇന്നത് മാറി. 2025 സ്വാതന്ത്ര്യ ദിനത്തിൽ ചെങ്കോട്ടയുടെ കൊത്തളത്തിൽ നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ ആ പ്രഖ്യാപനം ലോകം മുഴുവൻ ഉറ്റുനോക്കുകയായിരുന്നു. മിഷൻ സുദർശൻ ചക്ര എന്ന ദൗത്യത്തിലൂടെ ഭാരതം ലോകത്തിന് നൽകിയ സന്ദേശം വ്യക്തമാണ്. നമ്മെ തൊടാൻ വരുന്ന ശത്രുവിനെ അവൻ അറിയുന്നതിന് മുമ്പ് തന്നെ ഇല്ലാതാക്കാൻ ഇന്ന് ഭാരതം സജ്ജമാണ്. പുരാണങ്ങളിൽ ഭഗവാൻ കൃഷ്ണന്റെ സുദർശൻ ചക്രം എങ്ങനെയാണോ ലക്ഷ്യം തെറ്റാതെ അധർമ്മത്തെ തകർത്തിരുന്നത്, അതേപോലെ ഇന്ത്യൻ ആകാശ സീമയിൽ ഒരു അദൃശ്യമായ സുരക്ഷാ കവചം തീർക്കുകയാണ് ഈ ദൗത്യം. നമുക്കിതിന്റെ വികസനത്തെ കുറിച്ച് നോക്കാം. വിദേശ രാജ്യങ്ങളിൽ നിന്ന് കോടികൾ കൊടുത്ത ആയുധങ്ങൾ വാങ്ങിയിരുന്ന കാലം ഇന്ത്യ അവസാനിപ്പിച്ചു. ആത്മനിർഭർ ഭാരത് എന്ന ദർശനത്തിലൂടെ നമ്മുടെ DRDO ശാസ്ത്രജ്ഞർ മാസങ്ങളോളം രാത്രിയും പകലും അധ്വാനിച്ചാണ് ഈ അത്ഭുതം സൃഷ്ടിച്ചത്. ഹൈദരാബാദിലെയും ഒഡീഷയിലെയും പരീക്ഷണ കേന്ദ്രങ്ങളിൽ നടന്ന കഠിനമായ പരീക്ഷണങ്ങൾക്കൊടുവിൽ ശബ്ദത്തേക്കാൾ എത്രയോ മടങ്ങ് വേഗതയിൽ പറക്കുന്ന മിസൈലുകൾ നമ്മൾ സ്വന്തമായി നിർമ്മിച്ചു. ശത്രുക്കളുടെ ഏത് റഡാർ സംവിധാനങ്ങളെയും കണ്ണുവെട്ടിച്ച് മുന്നേറാൻ കഴിയുന്ന സാങ്കേതിക വിദ്യ ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ചു എന്നത് ഓരോ ഭാരതീയനും അഭിമാനിക്കാവുന്ന നേട്ടമാണ്. ഇനി എന്തുകൊണ്ടാണ് ലോകരാജ്യങ്ങൾ, പ്രത്യേകിച്ച് ശത്രു രാജ്യങ്ങൾ ഇതിനെ ഇത്രയധികം ഭയപ്പെടുന്നതെന്ന് നോക്കാം. ഇതിന് ഉത്തരം ലഭിക്കണമെങ്കിൽ ബിയോണ്ട് വിഷ്വൽ റേഞ്ച് എന്ന വാക്കിന്റെ അർത്ഥം നാം അറിയണം. അതായത് ശത്രുവിനെ നമ്മുടെ കണ്ണിൽ കാണാൻ കഴിയുന്ന ദൂരത്തിനപ്പുറം വെച്ച് തന്നെ ഇല്ലാതാക്കാനുള്ള ശേഷി. ഇന്ത്യയുടെ പുതിയ മിസൈലുകൾക്ക് 1500 കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യങ്ങളെ വരെ തകർക്കാൻ കഴിയും. വെറും ഒരു മിസൈൽ നേർരേഖയിൽ പറക്കുന്നത് പോലെയല്ല ഇത്. വായുവിൽ വെച്ച് തന്നെ പാത മാറ്റാനും ശത്രുവിന്റെ മിസൈൽ വേദ സംവിധാനങ്ങളെ വെട്ടിക്കാനും കഴിയുന്ന ബുദ്ധിശക്തി ഈ ആയുധങ്ങൾക്കുണ്ട്. ശബ്ദത്തേക്കാൾ 5 ഇരട്ടി വേഗത്തിൽ പറക്കുന്ന ഒരു മിസൈലിനെ തടയാൻ ഇന്ന് ലോകത്ത് ഒരു പ്രതിരോധ സംവിധാനത്തിനും കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കടലിൽ ശത്രുവിന്റെ കപ്പലുകൾ കണ്ടാലും, കരയിൽ ശത്രു സൈന്യം നീങ്ങിയാലും, ആകാശത്ത് ഡ്രോണുകൾ പ്രത്യക്ഷപ്പെട്ടാലും ഈ സുദർശൻ ചക്രത്തിന്റെ ഭാഗമായ മിസൈലുകൾ അവയെ നിമിഷ നേരം കൊണ്ട് ചാരമാക്കും. ഇതിലൂടെ ഇന്ത്യ ഒരു പാളികളുള്ള പ്രതിരോധ കവചമാണ് ഒരുക്കിയിരിക്കുന്നത്. ഇതിന്റെ അർത്ഥം ശത്രുവിന് ഒരിക്കലും നമ്മുടെ അതിർത്തികളിൽ ഭേദിക്കാൻ കഴിയില്ല എന്നതാണ്. കണ്ണിൽ കാണാതെ തന്നെ ശത്രുവിനെ വീഴ്ത്തുമെന്ന തലക്കിട്ട അനർത്ഥമാക്കുന്ന രീതിയിലാണ് ഇതിന്റെ പ്രവർത്തനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദീർഘവീക്ഷണവും നമ്മുടെ ശാസ്ത്രജ്ഞരുടെ കഴിവും ചേർന്നപ്പോൾ പിറന്നത് വെറും ഒരു ആയുധമല്ല, മറിച്ച് 140 കോടി ജനങ്ങളുടെ സുരക്ഷയാണ്. സമുദ്രം മുതൽ ആകാശം വരെ ഇന്ന് ഭാരതം സുരക്ഷിതമാണ്. ഈ സുദർശൻ ചക്രം നമ്മുടെ കയ്യിലുള്ളിടത്തോളം കാലം അധർമ്മത്തിന്റെ പാതയിൽ നമ്മെ ആക്രമിക്കാൻ വരുന്നവർക്ക് കനത്ത തിരിച്ചടി ലഭിക്കുമെന്നതിൽ സംശയമില്ല. ഭാരതത്തിന്റെ ഈ കുതിപ്പ് ലോകത്തിന് സമാധാനത്തിന്റെ സന്ദേശമാണ് നൽകുന്നത്. എന്നാൽ ഭാരതത്തെ തൊടാൻ വരുന്നവർക്ക് ഇതൊരു താക്കീത് കൂടിയാണ്. സുഹൃത്തുക്കളെ, സുദർശൻ ചക്ര എന്നത് ഒരൊറ്റ മിസൈലിന്റെ പേരല്ല, മറിച്ച് നമ്മുടെ രാജ്യത്തിന് ചുറ്റും ഇന്ത്യ തീർക്കുന്ന ഒരു മൾട്ടി ലെയേർഡ് എയർ ഡിഫൻസ് നെറ്റ്വർക്കാണ്. അതായത് കടലിലൂടെയോ കരയിലൂടെയോ ആകാശത്തിലൂടെയോ നമ്മെ ആക്രമിക്കാൻ വരുന്ന ഏത് ശത്രുവിനെയും തകർക്കാൻ പാകത്തിന് അടുക്കുകളായി തിരിച്ചിട്ടുള്ള പ്രതിരോധ വലയം. 2025 സ്വാതന്ത്ര്യ ദിനത്തിൽ ചെങ്കോട്ടയുടെ കൊത്തളത്തിൽ നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച മിഷൻ സുദർശൻ ചക്ര ഇന്ത്യയുടെ സുരക്ഷാ കാഴ്ചപ്പാടിനെ തന്നെ മാറ്റിമറിക്കുകയാണ്. പഴയ കാലത്ത് ശത്രു ആക്രമിച്ചാൽ മാത്രം തിരിച്ചടിച്ചിരുന്ന ഇന്ത്യ ഇന്ന് ഭീഷണികളെ മുൻകൂട്ടി കണ്ട് ഇല്ലാതാക്കാൻ പ്രാപ്തമാണ്. ഡ്രോണുകൾ, യുദ്ധവിമാനങ്ങൾ, ക്രൂയിസ് മിസൈലുകൾ, ബാലിസ്റ്റിക് മിസൈലുകൾ തുടങ്ങി എന്തിനേയും നിമിഷ നേരം കൊണ്ട് ചാരമാക്കാൻ ഈ സംവിധാനത്തിന് കഴിയും. ഇതിനെ നമുക്ക് ലളിതമായി ഇന്ത്യൻ അയറോൺ ഡോം എന്ന് വിളിക്കാം. ഇതിലെ ലോങ് റേഞ്ച് ആന്റി ഷിപ്പ് മിസൈലുകൾ ശബ്ദത്തേക്കാൾ 5 മുതൽ 7 ഇരട്ടി വരെ വേഗതയിലാണ് സഞ്ചരിക്കുന്നത്. നിലവിൽ ലോകത്തുള്ള ഒരു റഡാറിനും ഇതിനെ കൃത്യമായി ട്രാക്ക് ചെയ്യാനോ വെടിവെച്ചിടാനോ കഴിയില്ല. സാധാരണ മിസൈലുകൾ ഒരു പന്തെറിയുന്നത് പോലെ കൃത്യമായ പാതയിലായിരിക്കും സഞ്ചരിക്കുക. എന്നാൽ സുദർശൻ ചക്രയിലെ മിസൈലുകൾക്ക് വായുവിൽ വെച്ച് പാത മാറാൻ കഴിയും. ഇത് ശത്രുവിന്റെ പ്രതിരോധ സംവിധാനങ്ങളെ കബളിപ്പിക്കുന്നു. ശത്രുവിന്റെ വിമാനങ്ങൾ നമ്മുടെ പൈലറ്റുമാരുടെ കണ്ണിൽ പെടുന്നതിന് മുമ്പേ 340 കിലോമീറ്റർ അകലെ വെച്ച് തന്നെ അവയെ തകർക്കാൻ ആസ്ട്ര മിസൈലുകൾക്ക് കഴിയും. അതായത് നമ്മളെ തൊടാൻ വരുന്ന ശത്രു അറിയുക പോലും ചെയ്യില്ല എവിടെ നിന്നാണ് മരണം വന്നതെന്ന്. ഒരേ സമയം 100 കണക്കിന് ലക്ഷ്യങ്ങളെ നിരീക്ഷിക്കാനും അവയിൽ ഏറ്റവും അപകടകാരിയായതിനെ ആദ്യം തകർക്കാനുമുള്ള കൃത്രിമ ബുദ്ധി ഈ സംവിധാനത്തിനുണ്ട്.
കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഭാരതം കൈവരിച്ച മാറ്റങ്ങൾ കണ്ട ലോകം ഇന്ന് അത്ഭുതപ്പെടുകയാണ്. ഒരു കാലത്ത് പ്രതിരോധ ആയുധങ്ങൾക്കായി വിദേശ രാജ്യങ്ങളുടെ മുന്നിൽ ക്യൂ നിന്നിരുന്ന ഇന്ത്യ ഇന്ന് ലോകത്തിന് ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്ന കരുത്തനായി മാറി. 2014 ശേഷം നരേന്ദ്രമോദി സർക്കാരിന്റെ കീഴിൽ ഭാരതം നടത്തിയ കുതിച്ചുചാട്ടം ലോകരാജ്യങ്ങളെ അമ്പരിപ്പിച്ചിരിക്കുകയാണ്. പണ്ട് നമ്മെ ആരെങ്കിലും ആക്രമിച്ചാൽ മാത്രം പ്രതികരിച്ചിരുന്ന ഒരു രീതിയായിരുന്നു നമുക്കുണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് ആ നയം അടിമുടി മാറി. ശത്രുവിന്റെ പാളയത്തിൽ കയറി ആക്രമിക്കാനും ആകാശത്തും കടലിലും ഒരേപോലെ ആധിപത്യം സ്ഥാപിക്കാനും ഇന്ന് ഇന്ത്യക്ക് കഴിയും. ആത്മനിർഭർ ഭാരത് എന്ന ദർശനത്തിലൂടെ നമ്മുടെ DRDO ശാസ്ത്രജ്ഞർ മാസങ്ങളോളം രാത്രിയും പകലും അധ്വാനിച്ചാണ് ഈ അത്ഭുതം സൃഷ്ടിച്ചത്. ഹൈദരാബാദിലെയും ഒഡീഷയിലെയും പരീക്ഷണ കേന്ദ്രങ്ങളിൽ നടന്ന കഠിനമായ പരീക്ഷണങ്ങൾക്കൊടുവിൽ ശബ്ദത്തേക്കാൾ എത്രയോ മടങ്ങ് വേഗതയിൽ പറക്കുന്ന മിസൈലുകൾ നമ്മൾ സ്വന്തമായി നിർമ്മിച്ചു. ശത്രുക്കളുടെ ഏത് റഡാർ സംവിധാനങ്ങളെയും കണ്ണുവെട്ടിച്ച് മുന്നേറാൻ കഴിയുന്ന സാങ്കേതിക വിദ്യ ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ചു എന്നത് ഓരോ ഭാരതീയനും അഭിമാനിക്കാവുന്ന നേട്ടമാണ്. ഇന്ത്യയിൽ നിർമ്മിക്കുക, ലോകത്തിന് നൽകുക എന്ന മേക്ക് ഇൻ ഇന്ത്യ നയം പ്രതിരോധ മേഖലയെ അടിമുടി മാറ്റിമറിച്ചു. നമ്മൾ പണ്ട് റഷ്യയിൽ നിന്നും അമേരിക്കയിൽ നിന്നും മിസൈലുകൾ വാങ്ങിയിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ നാട്ടിലെ ഫാക്ടറികളിൽ നമ്മുടെ ശാസ്ത്രജ്ഞർ അത് നിർമ്മിക്കുകയാണ്. തേജസ് യുദ്ധവിമാനങ്ങൾ മുതൽ INS വിക്രാന്ത് എന്ന വിമാനവാഹിനി കപ്പൽ വരെ ഇന്ന് മേക്ക് ഇൻ ഇന്ത്യയുടെ വിജയഗാഥയാണ്. ഈ ആത്മവിശ്വാസമാണ് ലോകരാജ്യങ്ങളെ അമ്പരിപ്പിക്കുന്നത്. സുഹൃത്തുക്കളെ, നമ്മൾ ഇത്രയും നേരം ചർച്ച ചെയ്ത ഈ കാര്യങ്ങൾ കേവലം ചില മിസൈലുകളെ കുറിച്ചോ യുദ്ധതന്ത്രങ്ങളെ കുറിച്ചോ ഉള്ളതല്ല, മറിച്ച് ഇത് മാറുന്ന ഭാരതത്തിന്റെ ആത്മവിശ്വാസത്തെ കുറിച്ചാണ്. ഒരു കാലത്ത് ലോകം നമ്മെ നോക്കി കളിയാക്കിയിട്ടുണ്ടാകാം. നമ്മൾ പ്രതിരോധത്തിനായി മറ്റുള്ളവർക്ക് മുന്നിൽ കൈനീട്ടുന്നത് കണ്ടിട്ടുണ്ടാകാം. എന്നാൽ ഇന്ന് ഈ 10 വർഷങ്ങൾക്കിപ്പുറം ആത്മനിർഭർ ഭാരതവും മേക്ക് ഇൻ ഇന്ത്യയും വെറും മുദ്രാവാക്യങ്ങളല്ലെന്ന് നാം തെളിയിച്ചു കഴിഞ്ഞു. സമുദ്രത്തിന്റെ ആഴങ്ങൾ മുതൽ ആകാശത്തിന്റെ നീലിമ വരെ ഇന്ന് ഭാരതം സുരക്ഷിതമാണ്. ഇതിനു പിന്നിൽ പ്രവർത്തിച്ച നമ്മുടെ DRDO ശാസ്ത്രജ്ഞരുടെ വിയർപ്പുണ്ട്. അതിർത്തിയിൽ ഉറക്കമൊഴിച്ച് കാവൽ നിൽക്കുന്ന നമ്മുടെ സൈനികരുടെ ദൃഢദാർഢ്യമുണ്ട്. എല്ലാറ്റിനും ഉപരിയായി ഭാരതത്തെ ലോകത്തിന്റെ നെറുകയിലെത്തിക്കണമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉരുക്കു പോലെയുള്ള ഇച്ഛാശക്തിയുണ്ട്. നമ്മൾ ആരെയും ഭയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. ആരുടെയും മണ്ണ് പിടിച്ചെടുക്കാനും നമുക്ക് മോഹമില്ല. കാരണം ഭാരതം എപ്പോഴും സമാധാനത്തിന്റെ പക്ഷത്താണ്. എന്നാൽ ആ സമാധാനത്തെ തകർക്കാൻ ആരെങ്കിലും മുതിർന്നാൽ, നമ്മുടെ അതിർത്തികളിലേക്ക് കണ്ണു നട്ടാൽ അവരെ അവരുടെ മണ്ണിൽ ചെന്ന് തകർക്കാൻ ഇന്ന് ഇന്ത്യക്ക് ഒരു മടിയുമില്ല. സുദർശൻ ചക്ര എന്ന ഈ ആകാശക്കോട്ട പാകിസ്ഥാനും ചൈനയ്ക്കും നൽകുന്ന സന്ദേശവും ഇതുതന്നെയാണ്. ഭാരതത്തിന് നേരെ വിരൽ ചൂണ്ടുന്നതിന് മുമ്പ് 10 തവണ ആലോചിക്കുക. ഇന്ന് ലോകം ഭാരതത്തെ അത്ഭുതത്തോടെ നോക്കുന്നത് നമ്മുടെ ഈ വളർച്ച കണ്ടാണ്. വരും തലമുറയ്ക്ക് ഭയമില്ലാതെ ജീവിക്കാൻ, സമാധാനത്തോടെ ഉറങ്ങാൻ ഈ സുദർശൻ ചക്ര എന്നും കാവലായിരിക്കും. ഒരു പുതിയ ഇന്ത്യ ഉദിച്ചുയർന്നു കഴിഞ്ഞു. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.